ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ലീയും എങ്ങനെ കിമ്മിന്റെ വീട്ടുകാരെ മയക്കെടുക്കണം എന്നറിഞ്ഞ് പാർക്കിനോട് അഡ്വൈസ് ചോദിച്ചാണ്. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ കിമ്മും ലീവ് എടുത്ത് അവളുടെ ഫാമിലിയുടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകും. അതേപോലെ തന്നെ ജയും അവളുടെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് അവളുടെ പുതിയ വീട് കാണാൻ വേണ്ടി കമ്പനി ഇരിക്കുന്ന പകുതി പേരിടും. ഇത് കണ്ടതോടെ അവള് ഷോക്കായി ഇനി എന്തോ ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇവളുടെ വീടിന്റെ തൊട്ടുമുകളിലാണ് നമ്മുടെ നമ്മ് താമസിക്കുന്നത്. അവനെ കുറിച്ചുള്ള സത്യം ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇവളെ ഭീഷണിപ്പെടുത്തി കാണും. അതുകൊണ്ട് എങ്ങനെയാലും അവനെ കാണാതെ ഇവളുടെ വീടിനകത്ത് വിളിച്ചോണ്ട് നോക്കുമ്പോഴാണ് ഓണർ അടുത്തേക്ക് വന്നിട്ട്, മോളെ ജിയ, ഇവരൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണോ? നീ ഇപ്പം ഹൗസ് വാം പാർട്ടി നടത്താൻ പോവാണെങ്കിൽ വീടിന്റെ മുകളിൽ വെച്ച് നടത്താതെ എന്ത്? എന്നിന് അവരൊരു ഐഡിയ കൊടുക്കുമ്പോഴാണ് ഇത് കേട്ട് സെറിയവരെല്ലാരും ജിയ നമുക്ക് വീടിന്റെ മുകളിൽ ചെല്ലാം എന്നിന് ഇവരുടെ അകത്തേറാൻ നോക്കും. അപ്പോഴാണ് പെട്ടെന്ന് ജിയയും ഇവർക്ക് മുമ്പേ ഫ്രണ്ടിൽ പോയി അവനോട് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അവനും ടെൻഷൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ അകത്തേക്ക് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇതോടെ നമ്മിന് വേറെ വഴിയില്ലാതെ ടേബിളിന്റെ താഴെ ചെന്ന് ഒളിയും. എന്നിട്ട് ഇവരെല്ലാം കൂടെ അവിടെ ചെന്നിരിക്കുമ്പോഴാണ് സെറയുടെ ബാഗ് അഴുക്കാവുന്നത്. ഇത് കണ്ട് ജിയയും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോഴാണ് അവിടെ നല്ല വെയിലായതുകൊണ്ട് ഇവരെല്ലാം ടേബിൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നീക്കി വെക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഇവർ നീക്കുമ്പോഴാണ് നമ്മുടെ നമ്മും മാസായ പോസിൽ സർപ്രൈസ് എല്ലാരും സുഖമല്ലേ എന്നിന് അവൻ കടന്നുകൊണ്ട് പറയും, ഇതേക്ക് നവല്ല ഷോക്കായി നീ എന്തോടെ ഇവിടെ എന്നിന് അവരും ചോദിക്കുമ്പോ തന്നെ നമ്മുടെ ജിയെ അവിടേക്ക് വരും. അപ്പനാണ് അവനും എന്തോ പറയണമെന്ന് ആലോചിച്ച്, ഒന്നുമില്ല, നിങ്ങൾക്കെല്ലാം സർപ്രൈസ് ആയിട്ട് ഞാൻ നേരത്തെ തന്നെ ഇവിടെ എത്തി. ഈ ഹൗസ് ഹോം പാർട്ടിക്ക് ജിയ എന്നെ വിളിച്ചായിരുന്നു അല്ലേ ജിയ എന്നിന് ഇവരുടെ കള്ളം പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കും. അതിനുശേഷം ഇവിടെ വെയിലായതുകൊണ്ട് എല്ലാരും കൂടെ പുറത്തുള്ള റെസ്റ്റോറന്റിൽ പോകുമ്പോഴാണ് സാറെ അടുത്തുള്ള സ്റ്റോറിൽ ഇരുന്ന് ഫുഡ് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് അവിടുത്തെ എല്ലാ സാമ്പിളും കഴിച്ചു തീർത്തോണ്ടിരിക്കും. ഇത് കാണുന്ന സ്റ്റാഫും, മാഡം നിങ്ങൾ കുറെ സമയമായിട്ട് ഇവിടുത്തെ എല്ലാ സാമ്പിൾസും കഴിച്ചോണ്ടിരിക്കുക, നിങ്ങൾ സാധനം വാങ്ങിക്കുന്നതില്ല എന്നിന് അവളെ വഴക്ക് പറയുമ്പം കറക്റ്റ് അതേ സമയത്ത് ലീയുടെ ബോഡി ഗാർഡ് അവിടെ മാസ്ക് കാണിക്കും. നിങ്ങൾ അവരെ വഴക്ക് പറയല്ലേ, നിങ്ങൾക്കൊന്നും പ്രോഡക്റ്റ് ഇല്ല വാങ്ങിക്കണ്ടേ, അതൊക്കെ ഞങ്ങൾ എപ്പോഴാ വാങ്ങിച്ച്, കമോൺ സാറാ എന്നിന് അവനും മാസമായിട്ട് നടന്നു. അങ്ങനെ ഇവരും പാർട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സെറയെ ഫോളോ ചെയ്ത് തന്നെ ലീയുടെ ബോഡി ഗാർഡിനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കാണുന്ന അവളും, എടാ നീ എന്തിനാടാ എന്നെ ഫോളോ ചെയ്ത് തന്നെ വരുന്നത് എന്നിന് അവളും പറഞ്ഞിട്ട് സ്ലിപ്പായി വീടാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് അവന് റൊമാൻറ്റിക് ആയിട്ട് ക്യാച്ച് ചെയ്തിട്ട്, ദാ ഇതിനു വേണ്ടിയാ ഞാൻ നിന്നെ ഫോളോ ചെയ്ത്, നീ കുറെ ഡ്രിങ്ക് ചെയ്തേക്കുക, ഞാൻ നിന്നെ സേഫ് ആയിട്ട് വീട്ടിൽ കൊണ്ടാക്കാം എന്നിങ്ങനെ ഇവർ തമ്മിൽ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യും. അതേസമയം നമ്മുടെ ലീയും കിമ്മിന്റെ ഫാമിലി അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് അവരുടെ വീട്ടിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് ഇവനെ കണ്ട് ചേച്ചുമാൻ ദേഷ്യപ്പെട്ട്, ഓ മിസ്റ്റർ ലീ, നിങ്ങൾ എന്താ ഇവിടെ കിമ്മിനെ വിളിച്ചോണ്ട് ജോലി ചെയ്യാനാണോ, അല്ലെ കിമ്മും നിങ്ങളെ പ്രൊപ്പോസ് ചെയ്ത് ആലോചിച്ച് രണ്ടുപേരും കൂടെ ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ച എന്നിന് അവര് വഴക്കുണ്ടാക്കി നോക്കുമ്പോഴാണ് ഇതേക്കുന്ന ലീയും കൂളായിട്ട്, ഇല്ല ഇല്ല ഞാൻ അതിനൊന്നല്ല വന്നേക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ, പോരാതെ എനിക്ക് കിമ്മിന് എത്രമാത്രം ഇഷ്ടമെന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്യണം, അതുകൊണ്ട് കിം ഞാൻ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി അടുത്തൊരു വീട് നോക്കി വെച്ചിട്ടുണ്ട് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ചേച്ചിമാരും, ഓ മിസ്റ്റർ ലീ, നിങ്ങളെ പോലെ ഞങ്ങൾ റിച്ച് ഒന്നല്ല, നിങ്ങൾക്കും കിമ്മിനും തമ്മിൽ ഒരു നീണ്ട ഗ്യാപ്പ് കണ്ടോ, ഇപ്പൊ തന്നെ നിങ്ങൾ റിച്ച് ആയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഞങ്ങളോ അങ്ങനല്ല എന്നിന് അവരും പറയുമ്പം ഇത് കേട്ട് ലീയും, ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ അവിടെ താമസിക്കുന്നില്ല, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ തന്നെ ഞാൻ സ്റ്റേ ചെയ്യാം എന്നിന് അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി അവൻ എന്തിനും തയ്യാറായിരിക്കും. അങ്ങനെ ഇതും കേട്ട് അവരും അവനെ വിളിച്ചോണ്ട് ഒരു ചെറിയ റെസ്റ്റോറന്റിൽ പോകുമ്പോഴാണ് അവിടുത്തെ ഞണ്ട് ഫുഡൊക്കെ കണ്ട് അവനും കഴിക്കാതെ മാറ്റി വയ്ക്കും. അപ്പൊ ഇത് കണ്ട് അവരും എന്തേലൊക്കെ റീസൺ പറഞ്ഞ് അവൻ ഒഴിവാക്കാൻ വേണ്ടി, ഓ കണ്ടോലി ഞങ്ങളെ പോലെ പാവപ്പെട്ടവരൊക്കെ ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ആക്കത്തില്ല, പക്ഷെ നിങ്ങൾ ഞണ്ടിങ്ങനെ വേസ്റ്റ് ആക്കി വെച്ചേക്കുന്നുണ്ടല്ലേ എന്നിന് അവര് ഓരോന്നും പറയുമ്പോഴാണ് ഇത് കേൾക്കുന്ന ലീയും അത് ടാസ്ക് ആയിട്ട് എടുത്ത് ആ ഫുഡ് ഫുള്ളായിട്ട് കഴിച്ച് അവനും തീർക്കും. അതേസമയം ആ ഫുഡ് അവൻ ഇഷ്ടപ്പെടാത്തോണ്ട് പെട്ടെന്ന് വാഷ്റൂമിലേക്ക് ഓടിച്ചില്ലും. അങ്ങനെ അവനും തിരിച്ചെന്ന് നോക്കുമ്പോഴാണ് കിമ്മിന്റെ ചേച്ചിമാരെല്ലാം കോസ്റ്റ്യൂമെല്ലാം ചേഞ്ച് ചെയ്ത് വെറൈറ്റി ആയിട്ട് നിൽക്കും. ഇത് കണ്ട് അവനൊന്നും മനസ്സിലാവാതെ നിങ്ങൾക്ക് അവിടെ പോകുന്നു എന്നിന് അവനും ചോദിക്കുമ്പോൾ കിം അടുത്തേക്ക് വന്നിട്ട്, ഒലി ചേച്ചിമാര് കക്ക എടുക്കാൻ വേണ്ടി പോവുക എന്നിന് അവൾ അറിയും. ഇത് കേട്ടവനും, എന്തുവാ കക്ക എടുക്കാൻ വേണ്ടിയോ, നമ്മളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ലേ വന്നേക്കുന്നത്, പിന്നെ ഇതിന് ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്നിന് അവനും പറഞ്ഞോടെ ഇതിന്ന് റീസൺ എടുത്ത് ചേച്ചിമാരും, കണ്ടോ മിസ്റ്റർ ലീ, നിങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെഫൊക്കെ വരും, പക്ഷെ ഞങ്ങളൊക്കെ അങ്ങനല്ല, ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യണം, അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്നിന് അവരും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് ലീയും, ആർക്ക് മനസ്സിലാകത്തില്ലെന്ന്, ഞാനും നിങ്ങളോട് വരാം എന്നിന് അവരോട് റെഡി ആയിട്ട് പോകും. അതേസമയം കുറെ സമയമായിട്ട് നമ്മുടെ ലീവ് വരാത്തണ്ട് ഇവരുടെയും ചോദിക്കും, എന്തുവാക്കും അവൻ ചെളി ഇറങ്ങുന്ന വിചാരിച്ച് പേടിച്ച് പിന്മാറിയ, എനിക്ക് എപ്പോഴേ അറിയായിരുന്നു എന്നിന് അവരുണ്ട് ലീയെ കളിയാക്കുമ്പോഴാണ് ഇത് കേട്ട് കിമ്മും, ഓ നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടങ്ങ്, ഇന്ന് കുറച്ച് ഓവറായിട്ടാണല്ലോ പോകുന്നത്, നിങ്ങൾ വിചാരിക്കുന്നല്ലേ മിസ്റ്റർ ലീ അത്രയ്ക്ക് മോശക്കാരനൊന്നല്ല, അദ്ദേഹത്തിന് എന്നോട് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടെങ്കിലും മിസ്റ്റർ ലീ ഇവിടെ വരും എന്നിന് അവളും പറയുമ്പോഴാണ് നമ്മുടെ ലീ ഫുൾ ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് അവനടുത്തേക്ക് വരും. ഇത് കണ്ട് കിമ്മും, മിസ്റ്റർ ലീ ഇതെന്തൊരു കോലം എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, കിം നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറണം എന്നിന് അവനും പറഞ്ഞ് റെഡി ആയിട്ട് നിൽക്കും. അപ്പോഴാണ് ഇത് കണ്ട് കിമ്മും, എങ്കിൽ ശരി നമുക്കൊരു മാച്ച് വെച്ചാലോ, നിങ്ങൾ രണ്ട് ടീം ഞാനൊരു ലീ ടീം, നമ്മളിൽ ആരാണോ കൂടുതൽ കക്ക എടുക്കുന്നത് അവര് പറയുന്നത് മറ്റേ ടീം കേൾക്കണം എന്നിന് ഇവരെല്ലാരും കൂടെ ബെറ്റ് കെട്ടി അവിടുത്തെ കക്കയൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലീ അവന്റെ വെപ്പൺസ് എല്ലാം യൂസ് ചെയ്ത് അവസാനം കിമ്മും അവനും കൂടെ കുറെ കളക്ട് ചെയ്ത് അവർ വിജയിക്കും. അപ്പോഴാണ് കിമ്മും, മൈ ഡിയർ സിസ്റ്റേഴ്സ് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളു, നിങ്ങൾ എന്നെങ്കിലും ലീയെ വെറുക്കല്ല് എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് ലീയും, ഓ അതൊന്നും കുഴപ്പമില്ല, നിന്റെ ചേച്ചിമാരങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്കൊന്നും വിഷമില്ല, പക്ഷെ ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നെന്ന് അവരറിഞ്ഞാൽ മതി എന്നിന് അവനും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ചേച്ചി സ്ലിപ്പായതോടെ നമ്മുടെ ലീ അവരെ രക്ഷിക്കും എന്നിട്ട്
എന്നിട്ട് കിമ്മും ലീയും കൂടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ചേച്ചിമാര് പരസ്പരം സംസാരിക്കുന്നത്. എടി, ഞാൻ വിചാരിക്കുന്ന അലി പണ്ടത്തെ പോലെ ഒന്നല്ലെന്ന്. കാരണം ഇന്നലെ അവൻ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടിയാ അവൻ ഇഷ്ടപ്പെടാത്ത ഞണ്ട് കഷ്ടപ്പെട്ട് ഫുള്ളും കഴിച്ചത്. അതുകൊണ്ട് ഇവൻ നല്ലോണം കിമ്മിനെ നോക്കുന്നു ഒരുറപ്പുണ്ട്. എന്നിട്ട് ഇവ രണ്ടുപേരും കൂടെ ലീയെ സമ്മതിക്കും. അതിനുശേഷം ഇവരെല്ലാം ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലീയും ഇന്നലെ ഞണ്ട് കുറെ കഴിച്ചോണ്ട് അവന് സ്റ്റൊമക്ക് അപ്സെറ്റ് ആയിട്ടിരിക്കും. ഇത് മനസ്സിലാക്കി ഡോക്ടറായ കിമ്മിന്റെ ചേച്ചി അവനെ ഗുണപ്പെടുത്തിയിട്ട്, ലീ, ഇനി നിനക്ക് ഇങ്ങനെ പ്രശ്നം വരാണെങ്കിൽ പേടിക്കണ്ട, ഞാനുണ്ട്. എന്നിട്ട് അവരും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലീ കിമ്മിനെ സ്നേഹിക്കുന്ന ഇഷ്ടമെന്ന് പറഞ്ഞ ഉടനെ ഇത് കേട്ടോടെ നമ്മുടെ ലീയും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പനാണ് അവനും ചോദിക്കുന്നത്, അത് പിന്നെ നിങ്ങളെല്ലാവരും എല്ലാ വർഷവും ഇവിടെ എൻജോയ്മെന്റ് വരുമോ? എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് അവരുടെ പഴയ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് അവരുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഇവരെല്ലാരും കൂടെ ഈ ബീച്ച് എൻജോയ്മെന്റ് വന്നേക്കും. അങ്ങനെ ആ മെമ്മറിക്ക് വേണ്ടിയാണ് ഇവരെല്ലാരും അവർ അമ്മ മരിച്ചതിന് ശേഷം എപ്പോഴും ഇവിടേക്ക് വന്നു വന്നത്. അങ്ങനെ ഈ കാര്യം അറിയുമ്പോഴാണ് നമ്മുടെ ലീ കിമ്മിനെ വിളിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കും. അത് പിന്നെ കിം, ഇന്നും ഞാൻ ഇവിടെ വരണ്ടായിരുന്നില്ല, ഞാനൊരു ഡിസ്റ്റർബൻസ് ആയെന്നാ തോന്നുന്നത്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് കിമ്മും, ഒലി, എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് നന്നായി, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് നിന്റെ ചേച്ചിമാർക്ക് മനസ്സിലായി കാണത്തില്ല, അവർ പണ്ടത്തെ പോലെ നിങ്ങൾ റൂഡാന്നേ വിചാരിക്കത്തുള്ളൂ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ലീയും, പിന്നെ കിം, നിന്റെ അമ്മയെ മിസ് ആയിരിക്കുമല്ലേ? എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ അവളും, ഞാൻ കൊച്ചായിരുന്നപ്പോൾ എന്റെ അമ്മ മരിച്ചതുകൊണ്ട് എനിക്ക് അവരോട് കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കൂടാതെ അവർക്ക് ആ സമയത്ത് അസുഖമുള്ളതുകൊണ്ട് അച്ഛനെ വീട്ടിലിരുന്ന് അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ലീ, നിങ്ങളുടെ ലൈഫിലും ഇതണക്ക് കുറെ സംഭവിച്ചാണല്ലോ, അതൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരും തിരിച്ച് നാട്ടിലേക്ക് വരും. അതേസമയം ലീയുടെ അമ്മയും ചേട്ടന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, മോനെ, ഞാൻ നിന്നോട് ഒരു കള്ളം പറഞ്ഞു, സത്യത്തിൽ നിന്നെ ആരും കൊച്ചിലെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. എന്നിട്ട് അവന് സത്യം പറഞ്ഞോടെ ഇത് കേട്ട് ഞാനും ഷോക്കായിരിക്കും. അതേസമയം ലീയും കിമ്മും കൂടെ ബിസിനസ്സുകാരായിട്ട് ഒരു മാജിക് ഷോന് പോയേക്കുമ്പോഴാണ് ലീം കുറെ ബിസിനസ്സുകാരായിട്ട് സംസാരിക്കുമ്പോൾ കിം വേറെ സൈഡിലേക്ക് മാറി നിന്ന് കാണും. അപ്പോഴാണ് അതേ സ്ഥലത്ത് ലീയുടെ ചേട്ടൻ അവിടേക്ക് വന്നിട്ട്, കിം, ഞാൻ ഇത്രയും കാലം സത്യം എന്ന് വിചാരിച്ച എന്റെ മെമ്മറീസ് എല്ലാം കള്ളാവെന്ന് പറയുന്നു, നിനക്കും അങ്ങനെയാണോ? എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ കിമ്മിനൊന്നും മനസ്സിലാവത്തില്ല ഇവൻ എന്തോ പറയുന്നതെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് ആ മാജിക് ഷോ നടക്കുന്ന സ്ഥലത്ത് കിമ്മിനെ കൊച്ചിലെ കിഡ്നാപ്പ് ചെയ്ത അതേ ലേഡിയുടെ കോസ്റ്റ്യൂമിൽ ഒരാളൊന്ന് നിൽക്കും. ഇത് കണ്ടതോടെ കിമ്മും പേടിച്ച് പെട്ടെന്ന് ബോധം കെട്ടങ്ങ് വീഴും. അങ്ങനെ ഇത് കണ്ട് ചേട്ടനെ സഹായിക്കുമ്പോഴാണ് പെട്ടെന്ന് ലീ അടുത്തേക്ക് വന്നിട്ട് അവനെ പിടിച്ച് തള്ളിയിട്ട് അവളെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കും. ഇപ്പോഴാണ് സത്യത്തിൽ കൊച്ചിൽ എന്തോ സംഭവിച്ചെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അതായത് കൊച്ചിലെ നമ്മുടെ കിമ്മിന്റെ അമ്മയ്ക്ക് എപ്പോഴും അസുഖം വരുന്നുണ്ട്, അവളുടെ അച്ഛൻ ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അമ്മ ആശുപത്രി പോയ ആ സമയത്ത് കിം അവളുടെ ചേച്ചിമാരായിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് കറക്റ്റ് ആ സമയം അവളുടെ അമ്മയെ പോലെ പുറത്താരാണ് നടന്നു വന്നത്. ഇത് കണ്ട് കിമ്മും പുറത്തേക്ക് ഓടി ചെന്ന് അവളുടെ അമ്മയാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് അത് വേറൊരു ലേഡി. പക്ഷെ അവര് തന്റെ ഭർത്താവ് തന്നെ ചതിച്ചാലേച്ച് തകർന്നിരിക്കുമ്പോഴാണ് ഇവളെ കണ്ടിട്ട് പെട്ടെന്ന്, ഓ മോളെ, നിന്റെ അമ്മ അന്വേഷിച്ച് നീ ഇറങ്ങിയതാണോ? നിന്റെ അമ്മ എവിടാന്ന് എനിക്കറിയാം, നീ എന്റെ കൂടെ വരുന്നു. എന്നിട്ട് അവനെ വിളിക്കുമ്പോൾ നമ്മുടെ കിം അവർ വിശ്വസിച്ച് അവരോട് അങ്ങ് പോകും. പക്ഷെ ആ ലേഡി ഇമോഷണൽ ആയിട്ട് തകർന്നിരിക്കുന്നുണ്ട്. നമ്മുടെ കിമ്മിനെ കൊണ്ടുപോയി ഒരു അപ്പാർട്ട്മെന്റിനകത്ത് കെട്ടിയിടും. പക്ഷെ അതേ സ്ഥലത്താണ് നമ്മുടെ ലീയും കെട്ടിയിട്ടേക്കുന്നത്. കാരണം ഇപ്പൊ ഈ ലേഡി വിചാരിക്കുന്നത് ഇവ രണ്ടുപേരും അവളുടെ മക്കളാണെന്ന. കാരണം തന്റെ ഭർത്താവ് ഇവൾക്ക് കൊച്ചു ജനിക്കുമ്പോൾ തന്നെ ചതിച്ചിട്ട് വേറൊരാളെ കല്യാണം കഴിച്ചാണ്. ആ സമയത്ത് ഇവളും ദേശത്തി അബോർട്ട് ചെയ്യുമ്പോഴാണ് ഇവർ അവൻ കാരണം ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് തകർന്നിരിക്കുന്നത്. അപ്പോഴാണ് കിമ്മ് വെറുതെ ഇരിക്കാതെ, നിങ്ങൾ ചുമ്മാ പറയുക, നിങ്ങളൊന്നും എന്റെ അമ്മയെടുത്ത് കൊണ്ടുപോകത്തില്ല. എന്നിട്ട് അവള് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇത് കണ്ട് ലീ അവളെ തടയും. അപ്പോഴാണ് ആ ലേഡി അടുത്തേക്ക് വന്നിട്ട്, മക്കളെ, നിങ്ങളുടെ അച്ഛൻ എന്നെ പറ്റിച്ചിട്ട് പോയി, അവനിപ്പോ വേറൊരു പെണ്ണായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, അവന് കൊടുക്കാൻ ഏറ്റവും വലിയ ശിക്ഷ നമ്മളെല്ലാരും മരിക്കുന്നത്. എന്നിട്ട് അവൾ ഓരോന്നും പറയുമ്പോഴാണ് ഇതേക്കുന്ന ലീയും കരഞ്ഞോണ്ട്, പ്ലീസ് ഞങ്ങളൊന്നും ചെയ്യല്ലേ, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ മരിക്കാൻ പോന്നെ? എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട ലേഡിയും, എങ്കിൽ ശരി, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ മരിക്കാൻ പോവുക. എന്നിട്ട് അവള് സൂസൈഡ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇത് കണ്ട് ലീയും കരഞ്ഞോണ്ട്, പ്ലീസ് നിങ്ങൾ സൂസൈഡ് ചെയ്യല്ലേ, നിങ്ങളുടെ ഭർത്താവല്ലേ നിങ്ങളെ ചതിച്ച്, അതിന് നിങ്ങളെന്തിനു ചാവണം, നിങ്ങൾക്ക് ഇനിയും പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അവനും പറയുമ്പം ഇതൊന്നും കേൾക്കാതെ അവന് സൂസൈഡ് ചെയ്യും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് നമ്മുടെ കിമ്മും പേടിക്കാതിരിക്കാൻ വേണ്ടി അവനും പറയും, ദാ അവിടെ സ്പൈഡർ ഉണ്ട്. എന്നിട്ട് അവളെ പറഞ്ഞ് പറ്റിച്ച് അവന് ഫ്രണ്ടിലത്തെ ഡോർ ലോക്ക് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു കത്തി കണ്ട് അവന് ഇവർ രണ്ടുപേരുടെ കയറ് പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് ആ സൂസൈഡ് ചെയ്ത ലേഡിയെ കാണാതിരിക്കാൻ വേണ്ടി ലീ അവളോട് സ്പൈഡറിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം അവനും അവളെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് കിമ്മും ചോദിക്കുന്നത്, പിന്നെ നിന്നെ കാണാൻ റിച്ചാന്ന് തോന്നല്ല, നിന്റെ പേരെന്തോ? എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, എന്റെ പേര് യാൻ, എന്റെ അച്ഛൻ റിച്ച് ആയതുകൊണ്ട് ഞാൻ റിച്ച. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും, എങ്കിൽ ശരി, ഫ്യൂച്ചറിൽ നമ്മ രണ്ടുപേരും കല്യാണം കഴിക്കുമെന്ന് നീ എനിക്ക് പ്രോമിസ് തരാമോ? എന്നിട്ട് ആ പ്രായത്തിൽ തന്നെ നമ്മുടെ കിം അവന്റെ അടുത്ത് പ്രോമിസ് വാങ്ങിച്ചാണ്. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിട്ട് ആർസനൽ മിലിറ്ററി അക്കാഡമി അതുപോലെ തന്നെ കുറെ ഡ്രാമാസ് ഇട്ടിട്ടുണ്ട്, അതെല്ലാം ചെക്ക് ചെയ്യാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെന്ന് കാണുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.